ഇപ്പം ഞാൻ ലുലു മാളിലാണ് നിൽക്കുന്നത്. ലുലു മാളിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഇതിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഷോപ്പുകളുടെ ഒരു ബഹളമാണ്. ആ ഷോപ്പുകളുടെ ബഹളം എന്തോരം ബഹളമാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം എസ്കലേറ്ററുണ്ട്, സ്റ്റെയറുണ്ട്. എസ്കലേറ്ററിൽ തന്നെ നമ്മൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എസ്കലേറ്ററിൽ കയറി താഴോട്ട് പോകുമ്പോൾ അത് കൂടുതൽ ഷോപ്പുകൾ കാണാം. അതിന് മേളിലുണ്ട് ലുലുവിൻ്റെ തന്നെ ഷോപ്പുകളുണ്ട്, മദർ കെയർ ഉണ്ട്, അതുപോലെ തന്നെ ക്രോയിഡോണിൻ്റെ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ ബോംബെ എന്ന് പറയുന്ന മറ്റൊരു ഷോപ്പുണ്ട്. ബോംബെ സ്റ്റോർ എന്ന് പറയുന്ന അവിടെ കയറി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അവിടെ അശോക സ്തംഭമൊക്കെയുള്ള ഇന്ത്യയുടെ ഫ്ലാഗൊക്കെയുള്ള ഒരു സംഭവമുണ്ട്, അത് നമ്മൾ ഒരെണ്ണം മേടിച്ചു. അത് അവിടുത്തെ പത്തനംതിട്ടക്കാരനാണ് മാനേജർ, പുള്ളിയെ പരിചയപ്പെട്ടു. വളരെ നല്ലൊരു മനുഷ്യനാണ്. അപ്പം നമ്മൾ പൊതിഞ്ഞൊക്കെ തന്ന സാധനങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോകാൻ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ വീണ്ടും അനവധി കടകൾ കാണാം, ഷോപ്പുകൾ. ഗോൾഡ് മുതൽ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. എല്ലാം സെപ്പറേറ്റ് കടകളുണ്ട്. ലുലുവിൻ്റെ തന്നെ ഒരു നിരവധി 3 ഫ്ലോറിലായിട്ട് പല ഷോപ്പുകളായിട്ടുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ കിട്ടുന്നിടത്ത് പോയി നമ്മൾ ഡ്രസ്സ് മേടിച്ചു. ചില ഐറ്റത്തിനൊക്കെ ഹാഫ് പ്രൈസ് ഉണ്ടായിരുന്നു, ബാഗ് ഉൾപ്പെടെ. അപ്പം നമ്മൾ ഒരു ജീൻസും ഷർട്ടും ഒക്കെ മേടിച്ചു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കിട്ടുന്ന കോസ്മെറ്റിക്കും ഫുഡൊക്കെ കിട്ടുന്ന കടയിൽ വന്നു. അവിടുന്ന് ജ്യൂസും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. അതിനുശേഷം നമ്മൾ പാരഗണി പോയായിരുന്നു, അത് ദൃശ്യങ്ങളില്ല. അത് കഴിഞ്ഞ് മക്ഡൊണാൾഡൊക്കെ വെളിയിലുണ്ട്. കാഴ്ചകൾ അവസാനിക്കുകയാണ്. ഇനി മെട്രോയിലെ കാഴ്ചകൾ. കൊച്ചി മെട്രോയിലൊന്ന് യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം മെട്രോയോട് ചേർന്ന് തന്നെയാണ് ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ തന്നെ അവിടെ നമ്മൾ സ്കാൻ ചെയ്ത സാധനങ്ങളൊക്കെ മെട്രോയിൽ കയറുന്നതിന് മുമ്പ് കാണിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എസ്കലേറ്ററിൽ കയറി തന്നെ തൃപ്പൂണിത്തുറ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം മുകളിൽ നിന്ന് തന്നെ നമുക്ക് കൊച്ചിയുടെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് നമ്മൾ നേരെ തിരികെ പോരുകയാണ്.